വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOS സീനിയർ സെക്കൻഡറി വിഭാഗത്തിലെ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾസ് പാർട്ട് 2 എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൽ വരാവുന്ന ചില ക്വസ്റ്റ്യൻസിൻ്റെ ഒരു രൂപവും നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ചാപ്റ്ററിൽ ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾസിലെ 2 സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു 2 സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഒന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റാബേസും, നെക്സ്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ. ഓക്കെ, സോ നമുക്ക് ഭാഗത്തിലോട്ട് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിൽ പഠിക്കുന്നതാണ് മൈക്രോസോഫ്റ്റിൻ്റെ ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച്. നമ്മൾ ഡാറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസിൽ തന്നെ വൺ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. സോ മൈക്രോസോഫ്റ്റ് ആക്സസ് ഈസ് എ പവർഫുൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ദാറ്റ് അലൗസ് യൂസർ ടു ക്രിയേറ്റ്, മാനേജ് ആൻഡ് അനലൈസ് complex data. It provides a user-friendly interface and a range of features to support data storage, retrieval and reporting എന്നാണ്. അതായത് നമുക്ക് ഏത് ടൈപ്പിലുള്ള ഡാറ്റകളാണെങ്കിലും അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് എന്ത് അതിന് ഹെൽപ്ഫുൾ ആകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ ആക്സസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവർഫുൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇൻഡ്യൂസീവ് യൂസർ ഇന്റർഫേസ് എന്നാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 2 സോഫ്റ്റ്വെയറുകൾ നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു എന്ത് ഇതിൻ്റെ ഒരു ടാസ്ക് ബാറുകളുടെ ഒരു സെറ്റിംഗ് അല്ലേ, അത് ഏത് രൂപത്തിലാണ് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ. ഇതിൽ റിബൺ ബേസിൽ തന്നെയാണ് ഇതിലുള്ളത്. ബട്ട് ഒന്നുകൂടെ എന്താണ് ഒരു ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സീംലെസ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സീംലെസ് ഇന്റഗ്രേഷൻ, ആക്സസ് ക്യാൻ സീംലെസ്ലി ഇന്റഗ്രേറ്റ് വിത്ത് അതർ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ such as Excel and Outlook enables user to leverage data from multiple sources to make informed decisions എന്നാണ് പറയുന്നത്. അഥവാ മൈക്രോസോഫ്റ്റിന്റെ മറ്റു സോഫ്റ്റ്വെയർസിൽ നിന്നൊക്കെ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിൽ നിന്ന് അതിന്റെ മറ്റു സോഫ്റ്റ്വെയർസിൽ നിന്നൊക്കെ നമുക്ക് ഡാറ്റകൾ ഇതിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഇതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനും ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിലോട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിലോട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് കീ ഫീച്ചേഴ്സ് ഓഫ് മൈക്രോസോഫ്റ്റ് ആക്സസ്. മൈക്രോസോഫ്റ്റ് ആക്സസിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് ആണ്. ഇതിൻ്റെ ഒരു ബേസിക് ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കൊക്കെ അപ്പോൾ അതായത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ പൊതുവെ ഡാറ്റാബേസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് എന്താണ് അവരുടെ ഒരു ഡാറ്റാബേസ് ആണ് അല്ലേ. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കസ്റ്റമേഴ്സിനെ കുറിച്ചും അവരുടെ ക്രെഡിറ്റേഴ്സിനെ കുറിച്ചും അവരുടെ ഡെബിറ്റേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഡാറ്റകൾ എന്താണ് ഒരു ഡാറ്റാബേസ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ റെഡി ചെയ്യാൻ പറ്റുന്നെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോം ബിൽഡിങ്സ് ആണ്. ആക്സസ് പ്രൊവൈഡ്സ് എ റോബസ്റ്റ് ഫോം ഓഫ് ഡിസൈൻ എനേബിൾസ് യു ടു ക്രിയേറ്റ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ടു ഡാറ്റ ആൻഡ് ബി എഡിറ്റിംഗ് ആൻഡ് ക്വറി എൻഹാൻസ്ഡ് ഓവറോൾ എക്സ്പീരിയൻസ് ഓഫ് എൻഡ് യൂസേഴ്സ്. അതായത് നമ്മൾ ആ ഒരു ഇന്റർഫേസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ റിപ്പോർട്ട് ജനറേഷൻ എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിപ്പോർട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്തിനെ കുറിച്ചുള്ള ഡാറ്റാബേസ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഡാറ്റാബേസിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിന് മാത്രമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാക്രോസ് ആൻഡ് ഓട്ടോമേഷൻ ആണ്. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് വീണ്ടും ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി എന്തുണ്ട് ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നും എന്താണ് ഇന്റർ കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെയാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. വിത്ത് ആക്സസ് യൂസർ ക്യാൻ define multiple tables, establish relationship between them and enforce refreshal integrity to ensure data consistency എന്നാണ് പറയുന്നത്. അഥവാ ഇവയ്ക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഡാറ്റകൾ തമ്മിൽ എന്ത് ചെയ്യാം ഒരു ഇന്റർ കണക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഒരു ഡാറ്റയെ ബേസ് ചെയ്തിട്ട് മറ്റൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാം അതിൻ്റെ റിസൾട്ട് പ്രകാരം മറ്റൊരു ഡാറ്റ നമുക്ക് അതിലൂടെ അങ്ങനെ ഇന്റർ കണക്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഡാറ്റാബേസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ പറയുന്ന ഭാഗമാണ് ടേബിൾസ് ആൻഡ് ഡാറ്റ സ്റ്റോറേജ്. നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെ. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്വറീസ് ആൻഡ് ഡാറ്റ റിട്രീവൽ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് പറയുന്നതാണ് നമുക്ക് ക്വറീസ് ഡിസൈൻ ചെയ്യാൻ പറ്റും, ക്വറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭാഗം. അപ്പോൾ അതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഡാറ്റകൾ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഒരു നിശ്ചിത ക്രൈറ്റീരിയ മാച്ച് ആവുന്ന സ്റ്റുഡൻസുകൾ മാത്രം നമുക്ക് അതിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സോർട്ട് ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ക്വറി എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആക്സസിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വറി തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ക്വറിയുടെ റിപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കൂടുതൽ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടികളുടെ മാർക്ക് തന്നെ നോക്കാം. പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ആണല്ലോ കുട്ടികളും അതേപോലെയുള്ള മാർക്ക് ലിസ്റ്റുകളൊക്കെ. അപ്പോൾ അതിലൊരു ഹയർ മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതങ്ങനെ ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ഇനി ഒരു ക്വറി ക്രിയേറ്റ് ചെയ്യാം. ആ ക്വറി വെച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രിന്റബിൾ രൂപത്തിലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് മൈക്രോസോഫ്റ്റ് ആക്സസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് ആയിരുന്നു അത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് എന്ത്, ഫോംസ് ആൻഡ് യൂസർ ഇന്റർഫേസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ. ഇപ്പം നമുക്കറിയാം നമ്മൾ ഓരോ ഡാറ്റകളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഭാഗമാണല്ലോ ഫോംസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മളുടെ ഓരോ കാര്യത്തിനെ കുറിച്ചുള്ള ഓരോ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഈ ഒരു ഡാറ്റാബേസിൽ സാധിക്കും. അതായത് ഫോമിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമുക്ക് പേര്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ രൂപത്തിൽ നമുക്ക് പേരിൻ്റെ ഒരു കോളം അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ഒരു കോളമൊക്കെ അയച്ചിട്ട് നമുക്ക് ആ കോളംസ് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിൽ യൂസേഴ്സ് എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റാബേസിലോട്ട് ഇതിൻ്റെ ഡാറ്റകൾ കയറിക്കൊണ്ടിരിക്കും. ആ രൂപത്തിലുള്ള സംവിധാനമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാബേസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ഒന്നാണ് നമ്മുടെ റിപ്പോർട്ട്സ് ആൻഡ് ഡാറ്റ പ്രസൻറ്റേഷൻ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട്സ് എടുക്കാം, ഇതിൻ്റെയൊക്കെ ഡാറ്റ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രത്തോളം വളരെ വൈഡായിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ക്വറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ പൂർണ്ണമായിട്ടുള്ള രൂപവും അതിൻ്റെ ഒക്കെ വീഡിയോ ക്ലാസ്സസും നമ്മുടെ നാഷണൽ അക്കാഡമി ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നാഷണൽ അക്കാഡമി ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് നമുക്ക് താഴെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തിൽ നമുക്ക് വരുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഡാറ്റാബേസിൻ്റെ കാര്യമായിരുന്നു. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഡാറ്റാബേസ് എന്നാണ്. അപ്പോൾ എന്താണ് ഡാറ്റാബേസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡാറ്റാബേസ് എന്താണ്, നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് പറയാം അല്ലേ, അല്ലെങ്കിൽ ഒരു കാര്യത്തോട് റിലേറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ പൊതുവെ ഡാറ്റാബേസ് എന്ന് വിളിക്കാറുള്ളത്. നെക്സ്റ്റ് എന്താണ്, എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ ദ ടേം ടേബിൾ, ഫീൽഡ് ആൻഡ് റെക്കോർഡ് എന്ന് പറയുന്നുണ്ട്. ടേബിൾ എന്താണ്, ഫീൽഡ് എന്താണ്, റെക്കോർഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ടേബിൾ എന്ന് നമ്മൾ നോർമലി നമുക്കറിയാം എന്താണ്, റോസ് ആൻഡ് കോളംസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ടാബിൾസ് എന്ന് പറയുന്നത്. ടാബിൾസിലെ ഓരോ റോസും കോളംസും കൂടി ചേരുന്ന ഭാഗത്തിനാണ് നമ്മൾ ഇതിൻ്റെ ഫീൽഡ് എന്ന് വിളിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ പിന്നെ റെക്കോർഡാണ്. പിന്നെ അതിൽ പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, വാട്ട് ഈസ് ഡാറ്റ ടൈപ്പ്, എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ് ആൻഡ് എനി ഫോർ ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടാബിളിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫീൽഡിൽ ഏത് ടൈപ്പ് ഡാറ്റകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഡാറ്റ ടൈപ്പ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അതായത് അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ന്യൂമറിക്കൽ ആവാം, നമ്പേഴ്സ് ആവാം അല്ലേ. അപ്പോൾ ആ ഒരു കോളത്തിൽ നമ്മൾ നമ്പേഴ്സ് മാത്രമാണ് എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ എന്ത് കൊടുക്കണം, നമ്പർ കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ആ രൂപത്തിൽ കൊടുക്കണം. ഡേറ്റ് ആൻഡ് ടൈം ആണ് നമ്മൾ ആ ഫീൽഡിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഡേറ്റ് ആൻഡ് ടൈം ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഈ ഡെസിമൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങൾ ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഇതുപോലത്തെ ഡാറ്റ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ പ്രൈമറി കീ ആൻഡ് ഹൗ ഇറ്റ് ഈസ് അസൈൻഡ് ഇൻ എ ടേബിൾ എന്നാണ്. എന്താണ് പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന ഒരു ഓപ്ഷനാണ് ഇത് പ്രൈമറി കീ എന്ന് പറയുന്നത് അല്ലേ. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഡാറ്റ ഫീൽഡിൽ ഒരിക്കലും റിപ്പീറ്റ് ആയിട്ടുള്ള സെയിം നമ്പേഴ്സ് വരത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡാറ്റാബേസിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ഫീൽഡിൻ്റെ സൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രൈമറിക്ക് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ ഓപ്ഷൻ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഭാഗത്ത് നമുക്ക് പൊതുവെ വരാറുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ആക്സസിനെ കുറിച്ച് മൈക്രോസോഫ്റ്റ് ആക്സസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ, അവതരണങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റേഷൻസ് ഉപയോഗിക്കുന്നത്. ഒരുപാട് മേഖലകൾ, ഇനിയിപ്പോൾ ബിസിനസ് മേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചിങ് മേഖല ആയിക്കോട്ടെ, മറ്റേത് മേഖലയാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഏത് മേഖലയാണേലും അതിലൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ
വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നുണ്ട്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് PowerPoint is a powerful presentation software that allows user to create engaging slideshows, incorporating text, images, animation and multimedia elements എന്നാണ്. അതായത് നമുക്ക് ഈ ഒരു മൾട്ടിമീഡിയ എലിമെന്റ്സും ഇമേജസ് എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒരു സ്ലൈഡ് ഷോ രൂപത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത് മൈക്രോസോഫ്റ്റ് PowerPoint പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓഫീസ് സ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ആ ഒരു ഓഫീസ് സ്യൂട്ടിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതിൽ പെടുന്ന ഒരു സംവിധാനമാണ് PowerPoint പ്രസന്റേഷൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൈലബിൾ ആണ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആണ്. PowerPoint പ്രസന്റേഷൻ നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. അതായത് മൊബൈൽ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിലായിക്കോട്ടെ മാക് വിൻഡോസ് ഏതിലായിക്കോട്ടെ നമുക്ക് ഏതിലെന്താണ് മൈക്രോസോഫ്റ്റിന്റെ ഈ ഒരു PowerPoint പ്രസന്റേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കീ ഫീച്ചേഴ്സ് ഓഫ് PowerPoint പ്രസന്റേഷൻ. അതിൽ ഫസ്റ്റ് പ്രധാനപ്പെട്ടാണ് സ്ലൈഡ് ക്രിയേഷൻ ആണ്. നമ്മൾ PowerPoint പ്രസന്റേഷനിൽ നമ്മൾ സ്ലൈഡുകളാണ് ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മൾ എങ്ങനെയായിരുന്നു മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ ഒരു ഡോക്യുമെന്റ് ടൈപ്പിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൈക്രോസോഫ്റ്റിന്റെ എക്സലിൽ നമ്മൾ ഓരോ ഷീറ്റുകളായിരുന്നു. മൈക്രോസോഫ്റ്റിന്റെ PowerPoint പ്രസന്റേഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ സ്ലൈഡ് ക്രിയേഷൻ ആണ് നടത്തുന്നത്. സ്ലൈഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്ലൈഡുകളിലാണ് ഓരോ സ്ലൈഡിനും ഓരോ ധർമ്മം ഉണ്ടായിരിക്കും, ഓരോ പ്രത്യേകത ഉണ്ടായിരിക്കും, ഓരോ രീതിയിലുള്ള സ്ലൈഡുകളായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ നമ്മൾ ഇതിലോട്ട് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൾട്ടിമീഡിയ ഇൻറ്റഗ്രേഷൻ ആണ്. മൾട്ടിമീഡിയ ഓഡിയോസ് ഫോട്ടോ വീഡിയോസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് ആണ്. റിയൽ ടൈം കൊളാബറേഷൻ ഷെയറിംഗ് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പ്രസന്റേഷൻ ടൂൾസ് ആണ്. അതായത് പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് എന്താണ് നമുക്ക് ഈ ഒരു PowerPoint പ്രസന്റേഷൻ നമുക്ക് അവൈലബിൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പുതിയ പ്രസന്റേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫയലിൽ പോയിട്ട് നമ്മൾ ന്യൂ എന്ന് പറയുന്ന ഒരു സ്ലൈഡ് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി പ്രീസെറ്റ് ടെംപ്ലേറ്റുകൾ ഉണ്ടാകും, ഓരോ കളറിലായിട്ടും ഓരോ ചിത്രങ്ങളിലായിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് പ്ലസ് ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഒക്കെ ആയിരിക്കും, സിംപ്ലി വൈറ്റ് ആയിരിക്കും നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടെംപ്ലേറ്റിൽ ഇനിയിപ്പോൾ എല്ലാ സ്ലൈഡിലും എന്തായിരിക്കും ഈ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഭാഗത്ത് നമ്മൾ ടെംപ്ലേറ്റുകൾ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പല രൂപത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് കസ്റ്റമൈസ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ ലേഔട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഏത് രൂപത്തിലാണോ വേണ്ടത് ആ രൂപത്തിൽ നമുക്ക് ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ PowerPoint ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞില്ലേ, ഇതാണ് സ്ലൈഡ് ഡിസൈൻ ആൻഡ് ലേഔട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ രൂപത്തിലുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. PowerPoint offers variety of slide layouts and design templates to help you create visually appealing and well structured presentations. അതായത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഇത് ഡിഫറെൻറ്റ് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ മേഖലക്കനുസരിച്ച് നമുക്ക് സ്ലൈഡ് ഷോസ് ഒക്കെ മാറ്റേണ്ടി വരും. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രസന്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസന്റേഷൻ്റെ ടെംപ്ലേറ്റും അതിൻ്റെ ലേഔട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ടൂൾസ് എന്താണ് നമുക്ക് PowerPoint പ്രസന്റേഷനിൽ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇൻസേർട്ടിങ് ആൻഡ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് എന്നാണ്. നമ്മൾ വേർഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ടെക്സ്റ്റുകളുമായിട്ട് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് PowerPoint പ്രസന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രസന്റേഷനിൽ ഓരോ സ്ലൈഡുകളിലും നമ്മൾ ഓരോ ടെക്സ്റ്റുകൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻസേർട്ടിങ് ആൻഡ് എഡിറ്റിംഗ് ഇമേജസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇമേജസ് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ ആ ഇമേജസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കത് മാറ്റം വരുത്താൻ പറ്റും. നമുക്ക് ഇതിന് പ്രധാന പ്രത്യേകത തന്നെയാണ് ഇമേജ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഇമേജ് കൊണ്ടുവരാൻ പറ്റുന്നത്. അതിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് എഡിറ്റിംഗ് നമുക്കതിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻകോർപ്പറേറ്റ് മൾട്ടിമീഡിയ എലിമെന്റ്സ് ആണ്. മൾട്ടിമീഡിയ എലിമെന്റ്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും, അഥവാ ഓഡിയോ വീഡിയോ അതുപോലെ തന്നെ ആനിമേഷൻസ്. ഓക്കെ, ആനിമേഷൻസ് അതായത് നമുക്ക് ഇതിലോട്ട് ഓഡിയോസും വീഡിയോസും അതുപോലെ തന്നെ അതിന് പുറമെ ആനിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു PowerPointലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ തന്നെ നമുക്കിതിൽ ക്ലിപ്പ് ആർട്ടുകൾ അതുപോലെ മറ്റു ഷേപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു PowerPoint പ്രസന്റേഷനിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് PowerPoint പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെയൊക്കെ
വൈഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വീഡിയോ സഹിതമുള്ള, അതുപോലെ തന്നെ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ആനിമേഷൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻസ് ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും, ട്രാൻസിഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്ലൈഡ് ഷോകൾ ഏതൊക്കെ രൂപത്തിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്യുന്നത് പോലത്തെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നാഷണൽ അക്കാഡമിൻ്റെ ടീമുമായിട്ട് നിങ്ങളുടെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്കിതിൽ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് രൂപത്തിലാണ് എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയാണ് ഇത്. ഇതിൽ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഓരോ സ്ലൈഡ് തന്നിട്ട് ആ സ്ലൈഡിൽ ഇന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇമേജ് കൊണ്ടുവരിക, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിലോട് പറയാം. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ ആ ഒരു ആക്ടിവിറ്റി രൂപത്തിൽ ഒരു ആക്ടിവിറ്റി നമ്മൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ആക്ടിവിറ്റീസ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ any 3 ഫീച്ചേഴ്സ് ഓഫ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അല്ലെ, പവർ പോയിന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 3 പ്രത്യേകതകളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, അതിലൂടെ നമുക്ക് മൾട്ടിമീഡിയ എലമെന്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിതിൽ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഇതൊന്നും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ തന്നെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്ലെയിൻ എനി വൺ മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് എ പ്രസന്റേഷൻ എന്നാണ്. അതായത് നമ്മളതിൽ ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ സ്റ്റെപ്സ് ഇൻ ഇൻസേർട്ടിങ് എ ടെക്സ്റ്റ് ബോക്സ് ഇൻ എ സ്ലൈഡ് എന്നാണ്. ഒരു സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന മുതലുള്ള സ്റ്റെപ്പുകൾ കൊടുക്കുക. അതായത് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ശേഷം മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ, ശേഷം നമ്മൾ എന്താണ് സ്ലൈഡുകൾ ഓപ്പൺ ചെയ്യുന്നത്, അത് ഫയലിൽ ന്യൂ എന്ന് പറയുന്ന ഒരു സ്ലൈഡ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം ആ സ്ലൈഡിൽ നമ്മൾ എന്താണ് ഇൻസേർട്ടിൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതി വെക്കുക. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഓരോ ഫംഗ്ഷൻസ് നിങ്ങൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഈ ഫംഗ്ഷൻസിന് സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ള രൂപത്തിലേക്കായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്റ്റെപ്പുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നത് മുതലുള്ള കാര്യങ്ങൾ അതിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് ഇനി ഇതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് MCQ ലെവൽ ക്വസ്റ്റ്യൻസ്, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതായത് അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെയൊക്കെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ തന്നെ നമ്മൾ നാഷണൽ അക്കാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് നോട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നാഷണൽ അക്കാഡമി ടീമുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.